ഹലോ ഫ്രണ്ട്സ്, കോഴീൻ്റെ കാല് നിങ്ങൾ ഇതേപോലെ കഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ആരും അയ്യേ പറയാൻ നിൽക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു നാടൻ കോഴി കിട്ടി. അതിൻ്റെ കാലും കരളും കൂമ്പും എല്ലാം കൂടി ഇട്ട് തോരൻ വെച്ചാലെന്ന് ആലോചിക്കുക. അതിനകത്ത് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില, പെരുംജീരകം, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മീൻസ് ഒന്നും വാടി വരണം വരാം. അതിന് ശേഷം നമ്മുടെ കുരുമുളകോട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കോഴീനെ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൂടി വെച്ച് വേവിക്കണം കേട്ടോ. നല്ല വേവ് കിട്ടണം ഇതിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കറിലൊന്നുമല്ല വേവിക്കണം, ചട്ടിയിലാണ് വെക്കണത്. ചട്ടിയിൽ വെച്ചാൽ ഒരു ഗുമ്മുണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം മൂടി തുറന്നു എടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചെറിയ ഉള്ളില്ല അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വേവിക്കാൻ വെക്കണം. അതിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങ മുളക് പൊടി ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം എൻ്റെ പച്ചമണമൊക്കെ അപ്പം പോകും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു 10 മിനിറ്റെങ്കിലും മാക്സിമം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കും. ഇവിടെ ദോശയായിരുന്നു കേട്ടോ. അപ്പം ദോശേൻ്റെ കൂടെ ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറയാം കേട്ടോ. കഴിച്ചു നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ കാല് കേട്ടോ. ആൾക്കൊന്ന് കഴിക്കാം. ദോശ രക്ഷ അതിനെങ്ങനെയുണ്ട്? അടിപൊളി.